നമസ്കാരം. ഭാരതാംബ വിവാദത്തിൽ പോര് കനക്കുന്നു. ഗവർണറും സർക്കാരും നേർക്കുനേർ. രാജ്ഭവനിൽ നിന്നും ചിത്രം മാറ്റില്ലെന്ന നിലപാടിൽ ഉറച്ച ഗവർണർ. രാജ്യത്തെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഗവർണർ പ്രവർത്തിക്കണമെന്ന് സർക്കാർ. തെരുവിലും വിവാദം പുകയുന്നു. രാജ്ഭവനിലേക്കുള്ള SFI മാർച്ചിൽ സംഘർഷം. മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച് ABVP. ഗവർണറും സർക്കാരും തമ്മിൽ ആശയ സമരത്തിനാണോ വഴി തുറക്കുന്നത്? നിലമ്പൂരിൽ കൂട്ടിയും കിഴിച്ചും വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. വിജയക്കൊടി പാറിക്കുന്നത് ആരെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. ടോപ്പ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. വാർത്തകളിൽ നിറഞ്ഞു ഭാരതാംബ. ഔദ്യോഗിക പരിപാടികൾ രാജ്ഭവനിൽ നിന്നും ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ. ഭാരതാംബ ചിത്രം ഒഴിവാക്കില്ലെന്ന് രാജ്ഭവൻ. കാവി ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നിറമെന്ന് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ. ത്രിവർണ്ണ പതാകയ്ക്ക് മുൻപേ ഉള്ളതാണ് ഭാരതാംബയെന്നും ഗവർണർ. ഗവർണറുടെ ചുമതലകൾ പാഠ്യവിഷയമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച് ABVP. SFI രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം. നിലമ്പൂരിൽ 75.27% പോളിംഗ്. കൂടുതൽ കരുളായി പോത്തുകല്ല് പഞ്ചായത്തിൽ. കുറവ് വഴിക്കടവിൽ. MV ഗോവിന്ദന്റെ RSS ബന്ധത്തെക്കുറിച്ചുള്ള പ്രസ്താവന തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന് M സ്വരാജ്. ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മോഹൻ ജോർജ്. ശക്തി തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ PV അൻവർ. ഇസ്രായേലിന്റെ ആക്രമണം ഒഴിവാക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന് ഇറാൻ. ഇന്ത്യക്ക് മാത്രമായി വ്യോമ അതിർത്തി തുറന്നു. 1000 വിദ്യാർത്ഥികളുമായി 3 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക്. ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ ജനീവയിൽ ഇന്ന് UN രക്ഷാസമിതി യോഗം. ഇറാനുമായി യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തുന്നു. ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രായേലും. സിനിമാ സെറ്റുകളിൽ ലഹരി വിലക്കി നിർമ്മാതാക്കൾ. ലഹരി ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം കരാറിനൊപ്പം നൽകണം. നടീനടന്മാർക്ക് ഉൾപ്പെടെ ബാധകം. ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 മുതൽ നടപ്പാക്കും. മരണക്കെണിയായി കോഴിക്കോട് നഗരത്തിലെ ഓടകൾ. 3 മാസത്തിനിടെ ഓടയിൽ വീണ് മരിച്ചത് 2 പേർ. ഓടകൾ അടയ്ക്കാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ടോപ്പ് 10 സ്പെഷ്യൽ. ലൈഫ് ഭവന പദ്ധതിയിൽ തട്ടിപ്പ് നടത്തി വീടി വാങ്ങിയവർക്കെതിരെ റവന്യൂ റിക്കവറി. ഇടുക്കി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെ 27 പേരിൽ നിന്നും തുക തിരിച്ചുപിടിക്കും. സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായി തിരുവനന്തപുരം ശംഖുമുഖം തീരശോഷണം. ലക്ഷങ്ങൾ ചിലവഴിച്ച ഫുഡ് സ്ട്രീറ്റിനോട് ചേർന്ന തീരവും വാക്ക്വേയും കടലെടുക്കുന്നു. സഞ്ചാരികൾക്ക് സുരക്ഷയില്ല. അമൃത ന്യൂസ് പരമ്പര കണ്ണീർ കടലോരം. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സെഞ്ചുറിക്കരികെ. അരങ്ങേറ്റ മത്സരത്തിനിറങ്ങിയ സായി സുദർശൻ റൺസ് എടുക്കാതെ പുറത്തായി. എയർ ഇന്ത്യക്ക് DGCA താക്കീത്. വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തി. വീഴ്ച കണ്ടെത്തിയത് അഹമ്മദാബാദ് അപകടത്തിനു മുൻപ് സർവീസ് നടത്തിയ എയർബസ് ജെറ്റ് വിമാനങ്ങളിൽ. സ്റ്റോറി ഓഫ് ദ ഡേ. കരുതലോടെ കാക്കാം ഇന്നലകളുടെ അറിവുകൾ. സമഗ്രമായ വാർത്തകൾ നോക്കാം. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 10ാം ക്ലാസ്സിലെ സാമൂഹിക പാഠത്തിലെ 2ാം വാല്യത്തിലാണ് ഇത് ഉൾപ്പെടുത്തുക. അതേസമയം ഭാരതാംബ വിഷയത്തിൽ നിലപാട് തുടരാനാണ് രാജ്ഭവന്റെ തീരുമാനം. എന്നാൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇടതുപക്ഷം. ഭാരതാംബ വിഷയത്തിൽ ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടയിലാണ് ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. 10ാം ക്ലാസിന്റെ സാമൂഹ്യ പാഠം 2ാം വാല്യത്തിൽ ഇത് ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. +1, +2 തലങ്ങളിൽ എവിടെയെല്ലാം ഉൾപ്പെടുത്താൻ കഴിയുമോ അവിടെയെല്ലാം ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച് പാഠ്യപദ്ധതിയിൽ ചേർക്കും. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ
രണ്ടാം വോളിയത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ 11, 12 ക്ലാസ്സിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തുന്നതാണ്. അതേസമയം ഭാരതാംബ വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാരും ഗവർണറും. ചിത്രം രാജ്ഭവനിൽ തുടരുമെന്ന് ഗവർണർ വ്യക്തമാക്കുമ്പോൾ സർക്കാർ ചടങ്ങുകൾ ഇനി രാജ്ഭവനിൽ നടത്തേണ്ട എന്ന നിലപാടിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. ഇതോടൊപ്പം ഗവർണറുടെ നിലപാടിനെതിരെ പ്രതിഷേധവും ശക്തമാക്കുകയാണ് ഇടതുപക്ഷം. SFIയുടെ നേതൃത്വത്തിൽ ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്ത് രാജ്ഭവനിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. പ്രകടനം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും രാജ്ഭവന്റെ ഗേറ്റിന് മുൻപിൽ വരെ പ്രവർത്തകർ എത്തി. ഇന്ത്യൻ പതാക അംഗീകരിക്കാത്ത, ഇന്ത്യൻ ദേശീയത അംഗീകരിക്കാത്ത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയ ചരിത്രമുള്ള ആർലേക്കറുടെ പിന്മുറക്കാർ മനസ്സിലാക്കേണ്ടത് ആർലേക്കർ ഉൾപ്പെടെയുള്ളവർ അവരുടെ ബാക്കി പത്രമാണ്. ആർലേക്കർ തിരുത്തുക, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരുത്തും വരെയും ആ സമരം തുടരുമെന്നതാണ്. അതിനിടെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്ത മന്ത്രി V ശിവൻകുട്ടിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ABVP പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. എന്നാൽ ABVP ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ രാജ്ഭവന്റെ അറിവോടെയാണെന്നും രാജ്ഭവനിലെ ഓഫീസ് സ്റ്റാഫ് തിരുവനന്തപുരത്തെ പ്രമുഖനായ RSS പ്രവർത്തകനാണെന്നും V ശിവൻകുട്ടി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭാരതാംബ ചിത്രവിവാദം സർക്കാർ അനാവശ്യമായി ഉണ്ടാക്കുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനമാണ് നടത്തിയതെന്നും രാജേന്ദ്ര അർലേക്കർ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന കാവിക്കൊടിയാണ് പ്രശ്നമെങ്കിൽ അത് RSSന്റെ സംഭാവനയല്ലെന്നും ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ പാരമ്പര്യ നിറമെന്നും ഒരു ദേശീയ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ വ്യക്തമാക്കി. ഭാരതാംബ സങ്കല്പം അതിപുരാതനമാണെന്നും അത് ത്രിവർണ്ണ പതാകയ്ക്ക് മുൻപുള്ളതെന്നും അതിനുശേഷമാണ് ത്രിവർണ്ണ പതാക ഉണ്ടായതെന്നും ഗവർണർ പറഞ്ഞു. ത്രിവർണ്ണ പതാക ഏന്തിയ ചിത്രം ലഭിച്ചാലും അത് സ്വീകരിക്കാൻ തയ്യാറാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. രാജ്ഭവൻ RSS ശാഖയെന്നത് തെറ്റായ പ്രചരണം മാത്രമെന്നും അർലേക്കർ പറയുന്നു. ഭാരതാംബ വിവാദം അനാവശ്യമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രോട്ടോകോൾ മാത്രമല്ല മാന്യതയുടെ സീമയും ലംഘിച്ചെന്നും ദേശീയ അഭിമുഖത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വ്യക്തമാക്കി. ഭാരത് മാത എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമെന്നും വർഷങ്ങളായി ഭാരതാംബയ്ക്കൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഗവർണർ പറയുന്നു. സർക്കാരും ഗവർണറുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലും ആശയ സമരത്തിനും വഴിവെക്കുന്നതിനിടയിലാണ് ഗവർണറിന്റെ തുറന്നുപറച്ചിലെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഭാരതാംബ ചിത്രവിവാദം മുറുകുമ്പോൾ വിഷയത്തിൽ പ്രതികരണവുമായി നേതാക്കളും രംഗത്ത്. വിഷയത്തിൽ മന്ത്രി V ശിവൻകുട്ടിക്ക് പിന്തുണയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. മന്ത്രിയുടെ നിലപാട് മതേതര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഭാരതാംബ വിവാദം ആവർത്തിക്കുമ്പോൾ തങ്ങളുടേതായ അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറയുകയാണ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും. വിഷയത്തിൽ മന്ത്രി V ശിവൻകുട്ടിയുടേത് ശരിയായ ദിശയിലുള്ള നടപടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടന ലംഘിച്ചത്. രാജ്ഭവൻ RSS അടയാളങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇടമാക്കി മാറ്റുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരണമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. BJPയുടെ ചട്ടുകമായി ഗവർണർമാർ മാറുന്നുവെന്നാണ് മുൻ മന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചത്. മന്ത്രിസഭ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് ഗവർണറുടെ ജോലി. പ്രതിപക്ഷം ആദ്യം ഗവർണർക്കെതിരെ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് തോമസ് ഐസക് പറഞ്ഞു. പ്രോട്ടോകോളിനേക്കാൾക്ക് മുകളിലാണെന്ന് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവണം. ഗവർണർ രാജേന്ദ്ര അർലേക്കർ രാജ്ഭവനെ RSS പ്രചാരണത്തിലുള്ള കേന്ദ്രമാക്കി മാറ്റുന്നത് ശരിയല്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും പ്രതികരിച്ചു. ഗവർണർ രാജ്ഭവനെ ഔദ്യോഗിക വസതിയെ RSSന്റെ പ്രചാരണത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ ഗവർണറുമായി സംഘർഷത്തിനില്ലെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത്. അർലേക്കറിനെ നയിക്കുന്നത് പൂർവാശ്രമത്തിലെ വിചാരധാരയാണോ ഭരണഘടനയാണോ എന്ന് വ്യക്തമാക്കണമെന്നും ബിനോയ് വിശ്വം കോഴിക്കോട് പറഞ്ഞു. ഒരു ഗവർണർക്ക് വഴികാട്ടിയാകേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വയംസേവക ജീവിതത്തിലെ അടിത്തറയായ ബഞ്ച് ഓഫ് തോട്ട്സ് ആണോ,
അതോ ഇന്ത്യയുടെ ഭരണഘടനയാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം. ഭരണഘടനയ്ക്ക് താഴെയാണ് എല്ലാം. അതിനു മുകളിൽ ഭാരതാംബയെ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചാൽ കേരളം അംഗീകരിക്കില്ല എന്ന് മന്ത്രി GR അനിലും പ്രതികരിച്ചു. ഭരണഘടനയ്ക്ക് താഴെയാണ് എല്ലാം. ഭരണഘടനയ്ക്ക് മുകളിൽ ഭാരതാംബയെ പ്രദർശിപ്പിക്കാനോ പ്രതിഷ്ഠിക്കാനോ ശ്രമിച്ചാൽ അതിനെ കേരളം അംഗീകരിക്കില്ല. ഗവർണർ രാജ്ഭവനെ RSS ആസ്ഥാനമാക്കുകയാണെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കൂട്ടിച്ചേർത്തു. ഗവർണർ ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും വേറെ, പക്ഷേ ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് ഗവർണർ തന്നെ ഒരു സ്റ്റേറ്റിനെ കൊണ്ടുപോവാണ്. ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയ V ശിവൻകുട്ടിയുടെ തീരുമാനം സ്വാഗതാർഹമെന്നും മുഖ്യമന്ത്രി ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് K മുരളീധരനും പറഞ്ഞു. ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യാം, ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക. ഭാരതാംബയുടെ ചിത്രത്തിൽ പൂവിടുന്നത് ചെയ്യുന്നവരുടെ അവകാശമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും പ്രതികരിച്ചു. വലിയ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തരുത് എന്നതാണ് ഇതിന് പിന്നിലെ ഉദ്ദേശമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പറഞ്ഞാൽ ഭൂമി ദേവി അത്രമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഭാരതത്തിൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നിലമ്പൂരിൽ 75.27% പോളിംഗ് എന്ന അന്തിമ കണക്ക്. കരുളായി, പോത്തുകല് പഞ്ചായത്തുകളിലാണ് പോളിംഗ് ശതമാനം കൂടുതൽ. കുറവ് വഴിക്കടവിലും. 23-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ പ്രതീക്ഷയിലാണ് മുന്നണികൾ. 3 ആഴ്ചയിലേറെ പ്രകമ്പനം കൊള്ളിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ആളും ആരവവും ഒഴിഞ്ഞ് ശാന്തമാണ് നിലമ്പൂർ. പക്ഷേ മുന്നണി നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും ചങ്കിടിപ്പേറുകയാണ്. കണക്കുകൂട്ടലുകൾക്കപ്പുറം അടിയൊഴുക്കുകൾ ഏതുതരത്തിൽ പ്രതിഫലിക്കുമെന്ന ആശങ്ക മുന്നണികൾക്കുണ്ട്. പ്രാഥമിക കണക്കുകളിൽ സംതൃപ്തിയിലാണ് UDF നേതൃത്വം. UDFിൽ വിള്ളലുണ്ടാക്കാനുള്ള എതിരാളികളുടെ ശ്രമം പരാജയപ്പെടുത്തി 15,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ഒരു വലിയ ഭൂരിപക്ഷത്തിന്, ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. എന്നാൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരെ അണിനിരത്തി നടത്തിയ പ്രചാരണം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് LDF. കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് LDFിന് അനുകൂലമായി വോട്ടുകൾ മറിയുമെന്ന് ഇടതുപക്ഷം കരുതുന്നു. നേരിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താനാകുമെന്ന് പ്രതീക്ഷ സ്വരാജ് പങ്കുവയ്ക്കുന്നു. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDFന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDAയും. മലയോര മേഖലയിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചതായാണ് NDAയുടെ വിലയിരുത്തൽ. വളരെ നല്ല ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കാൻ പറ്റും. എല്ലാ BJP പ്രവർത്തകരും വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ടായിരുന്നു. വളരെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പാർട്ടിയുടെ ഈ നയപരിപാടികൾ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിച്ചു. 75,000-ലേറെ വോട്ട് നേടി വിജയിച്ചു കയറാൻ ആകുമെന്നായിരുന്നു അൻവർ ക്യാമ്പിന്റെ അവകാശവാദം. എന്നാൽ മണ്ഡലത്തിലെ നിർണായക സാന്നിധ്യമായി അൻവർ തുടരുമെന്നാണ് അവസാന വിലയിരുത്തൽ. അമൃത ന്യൂസ്, മലപ്പുറം. ഇറാനിൽ നിന്നും കൂടുതൽ വിദ്യാർത്ഥികളെ ഇന്ത്യ ഒഴിപ്പിക്കുന്നു. 1000 ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ഇറാനിൽ നിന്നും വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. ഇന്ന് രാത്രി ഒരു വിമാനവും നാളെ 2 വിമാനങ്ങളുമാണ് എത്തുക. ഇറാനിലെ മഷാദിൽ നിന്നുമാണ് വിമാനം എത്തുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാത്രമായാണ് ഇപ്പോൾ ഇറാൻ വ്യോമാതിർത്തി തുറന്നിട്ടുള്ളത്. ഇസ്രായേലിൽ നിന്നുമുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടരുന്നതിനാൽ ഇറാനിയൻ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. വ്യോമാതിർത്തി അടച്ചതിനാൽ അർമേനിയ വഴിയും തുർക്ക്മെനിസ്ഥാൻ വഴിയുമൊക്കെ ആയിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു വന്നിരുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒഴിവാക്കാൻ ജനീവയിൽ ഇന്ന് UN രക്ഷാസമിതി യോഗം ചേരും. ഇറാനുമായി യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തുകയാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഇറാനുമായി ചർച്ച നടത്തുന്നത്. അതിനിടെ ഇരു രാജ്യങ്ങളും ഇന്നും ആക്രമണം തുടരുകയാണ്. ഇസ്രായേലിലെ ഹൈഫയിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 17 പേർക്ക് പരിക്കേറ്റു.
ഇറാന്റെ ഭരണമാറ്റമല്ല ഔദ്യോഗിക ലക്ഷ്യമെന്നും പക്ഷേ ആക്രമണത്തിന്റെ അന്തിമ ഫലം അതായിരിക്കുമെന്നും ഇസ്രായേൽ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേലിന് ആരുടെയും സഹായം വേണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. അതേസമയം ഇസ്രായേലിന്റെ പക്ഷത്ത് ചേരണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് അമേരിക്ക 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാനെതിരായ ആക്രമണത്തിൽ ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിനൊപ്പം ഭരണമാറ്റം കൂടി അന്തിമ ഫലമായി ഉണ്ടാകുമെന്നും നെതന്യാഹു പറഞ്ഞു. അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാമെന്നും നെതന്യാഹു പറയുന്നു. ഇസ്രായേലി ക്യാൻ പബ്ലിക് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കുചേരാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും നീക്കം ചെയ്യാൻ ഇസ്രായേലിന് ശക്തിയുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതിനിടെ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം ചേരുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സൈനിക നടപടിക്ക് മുൻപ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ നിരവാധികം കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ പുതിയ വിശദീകരണം. The president's top priority right now is ensuring that Iran cannot obtain a nuclear weapon and providing peace and stability in the Middle East. Look, Iran is in a very weak and vulnerable position because of the strikes and the attacks from Israel. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സൈനികമായി ഇടപെടരുതെന്ന് അമേരിക്കയ്ക്ക് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക ഇടപെട്ടാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും റഷ്യ പറയുന്നു. സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് റഷ്യ അറിയിച്ചിരുന്നു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അയവില്ല. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഇസ്രായേലി ആശുപത്രിക്ക് നേരെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇറാൻ ഇസ്രായേലിന് നേരെ ഏകദേശം ഇതുവരെ 400 മിസൈലുകളെങ്കിലും പ്രയോഗിച്ചുവെന്നാണ് കണക്ക്. ഇസ്രായേലിന് നേരെ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ്. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600 കടന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ജോലി സമയത്ത് ലഹരി ഉപയോഗിക്കില്ലെന്ന് ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങാൻ നീക്കവുമായി നിർമ്മാതാക്കളുടെ സംഘടന. നടീനടന്മാർക്കടക്കം എല്ലാവർക്കും നിബന്ധന ബാധകമാക്കും. ലഹരി വിരുദ്ധ ദിനം മുതൽ നിബന്ധന നടപ്പിൽ വരുത്താനാണ് തീരുമാനം. സിനിമാ ചിത്രീകരണ സമയത്തോ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലോ ലഹരി ഉപയോഗിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങാനാണ് നിർമ്മാതാക്കളുടെ നീക്കം. വേതന കരാറിനൊപ്പം ഈ സത്യവാങ്മൂലം കൂടി നിർബന്ധമാക്കിയേക്കും. ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 മുതൽ നിബന്ധന നടപ്പിൽ വരുത്താനാണ് ആലോചന. നടീനടന്മാർക്കും തീരുമാനം ബാധകമായിരിക്കും. അടുത്ത ഘട്ടത്തിൽ സാങ്കേതിക പ്രവർത്തകരിൽ നിന്നും സത്യവാങ്മൂലം വാങ്ങുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. സിനിമാ സെറ്റുകളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നിബന്ധന നടപ്പിൽ വരുത്താൻ ആലോചിക്കുന്നത്. ഇക്കാര്യം മറ്റ് സംഘടനകളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. സിനിമാ സെറ്റുകളിലെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും ലഹരി ഉപയോഗം അടുത്തിടെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ലഹരി ഉപയോഗത്തിന് തടയിടാനുള്ള നീക്കവുമായി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി. ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ് ഇനി. മരണക്കെണിയൊരുക്കി കോഴിക്കോട് നഗരത്തിലെ ഓടകൾ. 3 മാസത്തിനിടെ 2 പേരാണ് സ്ലാബിടാതെ തുറന്നു കിടക്കുന്ന ഓടയിൽ വീണ് മരിച്ചത്. തുറന്നു കിടക്കുന്ന ഓടകൾ അടയ്ക്കാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. വാർത്ത കാണാം. നഗരത്തിലെ പലയിടങ്ങളിലെയും കാഴ്ച ഇതാണ്. തുറന്നു കിടക്കുന്ന ഓടകളിലേക്ക് ആളുകൾ വീഴുന്നത് പതിവ് സംഭവമായി മാറിയിരിക്കുന്നു. വേനൽ മഴയിൽ കോവൂർ MLA റോഡിലെ ഓടയിൽ വീണ് പ്രദേശവാസിയായ ശശി മരിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ്. ഓട നിറഞ്ഞു കവിഞ്ഞ് റോഡിലെത്തിയിരുന്നു. റോഡും തോടും തിരിച്ചറിയാതെ വെള്ളത്തിൽ വീണ ശശിയുടെ മൃതദേഹം 1.5 കിലോമീറ്റർ ദൂരെ നിന്നാണ് കണ്ടെത്തിയത്. ഓടയിൽ സ്ലാബിടുമെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കിയെങ്കിലും നടപടി മാത്രം ഉണ്ടായില്ല. കണ്ടമാനം വെള്ളം ഉണ്ടാവും. മഴ വന്നാൽ ചേവായൂർ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ദേവഗിരി പൊന്നങ്കോട് വന്നത് ഇത്രയും മലവെള്ളം വരുന്ന സ്ഥലമാണ്. ഇത് പാലായി എത്തണം. അത് പാലായി പോയി കഴിഞ്ഞാൽ പിന്നെ പല വഴിക്കായിട്ട് പോകും. ഇവിടെ ഈ ഒരു തോട്ടിൽ കൂടെ തന്നെ വേണം. അപ്പോൾ ആൾക്കാർക്ക് നടക്കാൻ വിഷമം തന്നെ.
വേങ്ങേരി മൊത്ത വിപണന കേന്ദ്രത്തിന് സമീപമുള്ള ഓടയിൽ വീണ് കഴിഞ്ഞ ദിവസമാണ് യുവാവ് മരിച്ചത്. അപസ്മാരമിളകി പ്രദേശവാസിയായ രഞ്ജിത്ത് തുറന്നു കിടക്കുന്ന ഓടയിലേക്ക് വീഴുകയായിരുന്നു. നഗരത്തിലെ ഓടകളിൽ വീണ് പരിക്കേൽക്കുന്നവരുടെ എണ്ണവും കുറവല്ല. മഴ തുടങ്ങിയാൽ നഗരത്തിൻ്റെ ദുരിതകാലമാണ്. എന്തുകൊണ്ട് ഓടയിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല? ഇതിനു മുമ്പ് ഒരാൾ ഇവിടെ വെള്ളത്തിൽ വീണ് വെച്ച സ്ലാബില്ലാത്തതിന് പ്രശ്നം കൂടെ തന്നെയാണ്. അത് അന്ന് ഒരു മഴ ചെയ്തപ്പം ഇവിടെ ഒരാൾ വെള്ളത്തിൽ വീണ് മരിച്ചിരുന്നു, ഒരു ശശി എന്ന് പറഞ്ഞ ആൾ. അത് സ്ലാബ് ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. ചെറിയ മഴ പെയ്താൽ പോലും കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ടാണ്. ഓടകൾ വൃത്തിയാക്കുകയോ ആഴം കൂട്ടുകയോ ചെയ്യാതെ കോർപ്പറേഷൻ അധികൃതർ നിഷ്ക്രിയത്വം തുടരുകയാണ്. തൽഫലമായി ഓടയിൽ വീണ് മനുഷ്യജീവനുകൾ പൊലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മഴ പെയ്താൽ റോഡ് ഏതാണ് ഓട ഏതാണെന്ന് വ്യക്തമാവുകയില്ല. കാരണം അത്രത്തോളം വെള്ളക്കെട്ടുകളുണ്ടാവും. കോഴിക്കോട് നഗരത്തിലെ മിക്ക ഓടകളുടെയും അവസ്ഥ ഇതാണ്. മനുഷ്യജീവനുകൾ ഇവിടെയാണ് പൊലിയുന്നത്. എന്നാൽ നടപടി ഒരിക്കലും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വാസ്തവം. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി വിഷയത്തിൽ പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അത് കോർപ്പറേഷൻ ചെയ്യാൻ എന്ത് പറ്റുമോ? കോർപ്പറേഷൻ അതിൻ്റെ ആള് അവർ ചെയ്യണോ? ചെയ്തില്ലെങ്കിൽ എല്ലാ പരിഹാരം കാണണം, നമ്മൾ കാണണം. രണ്ടാളൊന്നല്ല, അതിലും കൂടുതൽ ആൾ മരിച്ചിട്ടുണ്ട്. പക്ഷേ രേഖയിൽ ഇപ്പോൾ അതുള്ളൂ, ഉണ്ടാവുള്ളൂ. അതൊന്നും സ്ലാബ് ഇടുന്നില്ല. അവർ സ്ലാബ് ഇടണ്ടേ? അങ്ങനെ നോക്കി നടക്കാൻ ഉദ്യോഗസ്ഥന്മാരൊന്നും ശരിയില്ല. അതുകൊണ്ടാണ് ഓരോരോ ഭാഗത്തേക്ക് ഓരോരാളെ വെച്ചിട്ടുണ്ട്. അത് അവർ ചെയ്യണോ? ചെയ്യുന്നില്ല. അതിനിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. പറയുന്ന സമയത്ത് അത് ഞങ്ങൾ നോക്കിക്കൊള്ളുന്ന അവർ പറയാം. ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇവിടുന്ന് വെള്ളം പോവാത്തത്. ഇത് എത്ര ദിവസമായി? 2 മാസത്തിന് മേലെയായി. ആ ഓട ഇല്ലാത്തതിനെ കൊണ്ടാണ്. അവിടെയൊക്കെ കയറി നിൽക്കുന്നതിനുണ്ട്. മാനന്തരയിലേക്കുള്ള രോഗമുണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാവും. എന്താ ചെയ്യുക? ആരോടാ പറയുക? ആൾ ചത്ത് കഴിഞ്ഞിട്ട് അവർക്ക് 10 ലക്ഷം 20 ലക്ഷം കൊടുത്തിട്ട് എന്താ കാര്യം? അതിന് മുന്നേ അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കണ്ടേ? മറ്റു വിവരങ്ങൾ കോഴിക്കോട് നിന്നും വിനേഷ് കുമാർ നൽകും. വിനേഷ്, ഓടയിൽ വീണുള്ള മരണം തുടർക്കഥയായിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ അലംഭാവം തുടരുന്നു എന്നുള്ളതാണ്. ജീവനുകൾ പൊലിഞ്ഞിട്ടും ഇനിയും ഇവരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയാത്തത് എന്താണ് വിനേഷ്? കോഴിക്കോട് കോർപ്പറേഷനുകളിൽ തന്നെ പഴക്കമുണ്ട് ഈ ഒരു അലംഭാവത്തിന്, അല്ലെങ്കിൽ ഈ ഒരു അനാസ്ഥയ്ക്ക്. കാരണം വെള്ളക്കെട്ടുകളാണ്, എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും വെള്ളക്കെട്ടുകളാണ്. ഈ ഡ്രൈനേജ് കൃത്യമായി തന്നെ, അതായത് ഓടകൾ കൃത്യമായി ശുചീകരിക്കാത്ത ഒരു പ്രശ്നം ഇവിടെ നമുക്ക് എടുത്തു കാണിക്കും. ശുചീകരണ തൊഴിലാളികളുണ്ട്, മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ കോഴിക്കോട് കോർപ്പറേഷനുണ്ട്. എങ്കിൽ പോലും ഇത് ഈ ഓട നിർമ്മാണം കുറ്റമറ്റ രീതിയിലല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോഴിക്കോട് നഗരം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളക്കെട്ടുകളാണ്. മാത്രമല്ല ഇതിലേക്ക് ആളുകൾ വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. സ്ലാബുകളില്ല, പലയിടങ്ങളിലും സ്ലാബുകളില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. കാരണം കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 2 പേരാണ് മരിച്ചിട്ടുള്ളത്. 2 പേരും ഇതുപോലെ തന്നെ തുറന്നു കിടക്കുന്ന സ്ലാബില്ലാത്ത ഓടയിൽ വീണാണ്. ഈ കോവൂരിൽ ഇതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടതാണ്. അതിനകത്ത് കൃത്യമായി തന്നെ ഈ സ്ലാബില്ലാത്ത കുറേ ഭാഗങ്ങളുണ്ട്. ആളുകൾ വീടുകളിലേക്കും മറ്റും പോകുന്ന ഇവിടെ നിന്നാണ് ഒരാൾ കാൽ തെന്നി വീഴുകയും, കാരണം നല്ല മഴ പെയ്യുന്ന സമയത്ത്, അതായത് വേനൽ മഴേൻ്റെ സമയത്താണ് ഈ ശശി മരിക്കുന്നത്. ഇങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ വേങ്ങേരി മൊത്ത വിപണന കേന്ദ്രത്തിലാണ് ഭാഗത്ത് ഒരാൾ വീണതും അതുപോലെ തന്നെയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതെല്ലാം തന്നെ അടുത്ത മഴയ്ക്ക് മുമ്പായി ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കുറ്റമറ്റ രീതിയിൽ തന്നെ ഇത് പൂർത്തിയാക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് ഓരോ വർഷവും കോർപ്പറേഷൻ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും നടക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും വിനേഷ് കുമാർ നൽകിയത്. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്താൻ ഇടുക്കി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെ 27 പേർക്കെതിരെ റവന്യൂ റിക്കവറി നടത്തി സർക്കാരിന് നഷ്ടമായ തുക തിരിച്ചുപിടിക്കാനാണ് തീരുമാനം.
ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്താൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. ഇന്റേണൽ വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയതോടെ അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നാണ് തീരുമാനമെടുത്തത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെ 27 പേർക്കെതിരെയാണ് നടപടി. അടിയന്തരമായി പണം ഈടാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കമ്മിറ്റി ചുമതലപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റി തീരുമാനപ്രകാരം ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനധികൃതമായി കൈപ്പറ്റിയ തുകകൾ തിരിച്ചുപിടിക്കാനുള്ള കർശന നടപടിയിലോട്ട് കടന്നിരിക്കുകയാണ്. ഏക്കർ കണക്കിന് ഭൂമിയുള്ളവരും 2-3 വാഹനങ്ങളുള്ളവരും വാസയോഗ്യമായ വീടുള്ളവരും അനധികൃതമായി പദ്ധതിയിൽ നിന്ന് പണം സ്വന്തമാക്കി. ലൈഫ് പദ്ധതിയിൽ പണിത വീട് 1 വർഷം തികയും മുമ്പ് 3 ഇരട്ടി വിലയ്ക്ക് വിറ്റവരുമുണ്ട്. LDF നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് സർക്കാർ പണം ദുരുപയോഗം ചെയ്തത്. വാസയോഗ്യമായ വീട് വയ്ക്കാൻ സ്വന്തമായി പണമില്ലാത്ത 100 കണക്കിന് പാവങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായവർ ഗുണഭോക്തൃ പട്ടികയിൽ കടന്നുകൂടിയത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം സർക്കാരിന് 1,14,75,000 രൂപ നഷ്ടമായിട്ടുണ്ട്. ഈ തുക 18% പലിശയോടെ തിരിച്ചുപിടിക്കാനാണ് വിജിലൻസ് തീരുമാനം. അമൃത ന്യൂസ്, ഇടുക്കി. അമൃത ന്യൂസ് പരമ്പര തുടരുന്നു. കണ്ണീർ കടലോരം. സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായി ശംഖുമുഖത്തെ തീരശോഷണം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഫുഡ് സ്ട്രീറ്റിനോട് ചേർന്ന തീരവും വാക്ക്വേയുടെ ഭാഗങ്ങളുമാണ് കടലെടുക്കുന്നത്. കയർകെട്ടി തിരിച്ചാണ് വിനോദസഞ്ചാരികൾക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത്. വാർത്തയിലേക്ക്. വിശാലമായ മണൽപ്പരപ്പോടെ സംസ്ഥാനത്തെ ബീച്ച് ടൂറിസത്തിന്റെ പ്രധാന മുഖമായിരുന്നു ശംഖുമുഖമെങ്കിൽ ആ തീരം പൂർണ്ണമായും ഇന്ന് കടലെടുത്തു കഴിഞ്ഞു. തീരത്തിന് അഭിമുഖമായി ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും ഇല്ലാതെയായി. ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തിന് ഏതാനും മീറ്റർ അടുത്തുവരെ തീരം കടൽ കവർന്നു കഴിഞ്ഞു. സ്വദേശീയരും തലസ്ഥാനത്തേക്കെത്തുന്ന വിദേശീയരും ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾ സമയം ചെലവഴിക്കാൻ എത്തിയിരുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് അധികൃതരുടെ കൺമുന്നിൽ തന്നെ ഇല്ലാതാകുന്നത്. ശംഖു ഇങ്ങനെയാണ് ഇരുന്നത് മുമ്പേ ഇല്ല, ഭയങ്കരമായിട്ട് ഇത് ശാന്തമായി കിടന്നതാണ്. ഇപ്പം വിഴിഞ്ഞ ആറുമണി വന്നതിന് ശേഷം കടലിൻ്റെ ഇടുന്തോറും കടലിന് ബുദ്ധിമുട്ടി തന്നെ. ശംഖുമ എത്ര പോയി ഇല്ലയോ, അപ്പുറത്തെ എത്ര വീടുകൾ നശിച്ചത്, ഇതെല്ലാം ആരും ചിന്തിക്കുന്നോ? ഫുട്ബോൾ കളിച്ച സ്ഥലമാണിത്, തീരെ പോയി. ഇപ്പം മണ്ഡപത്തിന് അടുത്തുവരെ എത്തിയില്ലയോ? നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴേ നമുക്ക് കടപ്പുറം കാണാൻ പറ്റുമായിരുന്നു. ഇത് ആറ്റുമണൽ പോലും ഇല്ലാതെ കൊണ്ടുവന്ന് കെട്ടിയത്. അത് വേണമെങ്കിൽ എടുത്ത് വെച്ച് നോക്കാം, ഇതിലെന്തെങ്കിലും നന്നായിട്ട് കെട്ടിയിട്ടുണ്ടോ എന്ന്. അതങ്ങനെ കടലിനകത്തോട്ട് ഇതുവഴിയായിരുന്നു റോഡ്. അതെല്ലാം കഴിഞ്ഞ് കടലിനകത്തോട്ട് കൊണ്ട് കെട്ടിയ കടൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇങ്ങനെ തന്നെ കർക്കിടകമൊക്കെ ആകുമ്പോഴേക്ക് അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോൾ ഇത് കുറച്ചും കയറുക. വാവ വലിയാകുമ്പോൾ പുതിയതായിട്ട് കെട്ടണതാണ് ഇടിയണത്. വീണ്ടും അവരത് കെട്ടും, അത് ഇടിയും. 100 ഫുഡ് സ്ട്രീറ്റുകളുടെ നവീകരണം എന്ന സർക്കാർ പദ്ധതിയിൽ ശംഖുമുഖവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 കോടി രൂപ ചെലവിൽ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല. ഇതിന്റെ ഭാഗമായുള്ള നിർമ്മിതികളും കടലെടുക്കുകയാണ്. കണക്കുകൾ പ്രകാരം 2020 ജനുവരി വരെ 35 മീറ്റർ ദൈർഘ്യമുണ്ടായിരുന്ന കടൽ തീരം 5 വർഷത്തിനിപ്പുറം ഇല്ലാതാകുന്നത് സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ശംഖുമുഖത്തെ വിശാലമായ തീരം ഇന്ന് ഇല്ലാതായിരിക്കുന്നു. ടൂറിസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വാക്ക്വേയും ഇന്ന് കടലെടുക്കുകയാണ്. താമസിയാതെ ടൂറിസ്റ്റുകളും ശംഖുമുഖത്തോട് വിട പറയും. ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണമാലി ഫോർട്ട് കൊച്ചി മേഖലയിലെ കടലാക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വൈദികർ പ്രത്യക്ഷ സമരത്തിൽ. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുക, തീരസംരക്ഷണം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആലപ്പുഴ, കൊച്ചി രൂപതകളിലെ വൈദികരാണ് ഉപവാസം സംഘടിപ്പിച്ചത്. KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് സമരം ഉദ്ഘാടനം ചെയ്തു. തീരമേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, സുരക്ഷിത കടൽഭിത്തി നിർമ്മാണത്തിന് സർക്കാർ പണം അനുവദിക്കുക, കണ്ണമാലി പുത്തൻതോടിൽ നിർത്തിവച്ചിരിക്കുന്ന കടൽഭിത്തിയുടെ നിർമ്മാണം പുനരാരംഭിക്കുക, കടലാക്രമണത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക, കായലിലെ എക്കൽ നീക്കി നീരൊഴുക്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊച്ചി, ആലപ്പുഴ രൂപതയിലെ വൈദികർ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. വർഷങ്ങളായി തീരദേശ നിവാസികൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഓരോ മഴക്കാലത്തും വീടും വീട്ടുപകരണങ്ങളും എല്ലാം നശിക്കും. അവയെല്ലാം ശരിയാക്കി വരുമ്പോഴേക്കും അടുത്ത മഴക്കാലം എത്തും. ചെല്ലാനത്തുള്ളതിന് സമാനമായി ടെട്രാപോഡ് നിർമ്മാണം കണ്ണമാലി ഫോർട്ട് കൊച്ചി മേഖലകളിൽ വന്നാലേ പ്രശ്നം പരിഹരിക്കാനാകൂ. തീര
പേര് ജനത മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എത്രയും വേഗം സർക്കാർ നടപ്പിലാക്കണമെന്ന് വൈദികർ ആവശ്യപ്പെട്ടു. കൊച്ചി, ആലപ്പുഴ രൂപതകളുടെ നേതാക്കളും KRCCയും ഒക്കെ ചേർന്നാണ് ഒരു ജനകീയ രേഖ തയ്യാറാക്കി കൊടുക്കുന്നത്. ഈ ജനകീയ രേഖയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്രത്തോളം വരെ വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇത് കേവലം ഇവിടം കൊണ്ട് നിർത്തരുത്, മറിച്ച് ഫോർട്ട് കൊച്ചി വരെ വരണമെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ നിരന്തരമായിട്ട് ഇടപെടുന്നുണ്ട്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ഭരണകർത്താക്കൾ ശ്രദ്ധാപൂർവ്വം ഇത് കാണുന്നത് നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. തീരമേഖലയുടെ ആവശ്യങ്ങളിലെല്ലാം അടിയന്തരമായി തീരുമാനമെടുക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെയും തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ ബാറ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് മികച്ച തുടക്കം. സ്കോർ 325 കടന്നു. ഓപ്പണർമാരായ KL രാഹുലും ജയ്സ്വാളും ഭേദപ്പെട്ട തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. സെഞ്ചുറി നേടിയ ജയ്സ്വാൾ 101 റൺസെടുത്ത് പുറത്തായി. ക്യാപ്റ്റൻ ഗില്ലും സെഞ്ചുറി നേടി. ഋഷഭ് പന്ത് അർദ്ധ സെഞ്ചുറിക്ക് അരികെയാണ്. KL രാഹുൽ 42 റൺസും അരങ്ങേറ്റ മത്സരത്തിനിറങ്ങിയ സായി സുദർശൻ റൺസെടുക്കാതെയും പുറത്തായി. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു.